ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ വയലാർ ശരത് ചന്ദ്ര വർമ്മ, വേദിയിലുള്ള മഹല്ല് ജനറൽ സെക്രട്ടറി, മഹലിൻ്റെ മറ്റ് ഭാരവാഹികൾ, PTA പ്രസിഡൻറ്റ്, PTA ഭാരവാഹികൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, അതേപോലെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് മറ്റൊരു ഓർമ്മയുടെ ദിവസമാക്കി മാറ്റാൻ തയ്യാറെടുപ്പുകൾ കുറേ ദിവസങ്ങളായി തയ്യാറെടുപ്പ് നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, അവരെ അതിന് പ്രാപ്തരാക്കുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യരായ അധ്യാപകർ, നമ്മുടെ സ്കൂളിൻ്റെ നെടുന്തൂണായിട്ടുള്ള മാനേജർ ആസിഫ്, പ്രിയമുള്ള നാട്ടുകാരെ, 5 വർഷം മുമ്പ് അൽഹിദായ അതിനൊരു പുതിയ മുഖം ഉണ്ടാകുകയും നമ്മുടെ ബിൽഡിംഗ് പുതുക്കി പണിയുകയും അതിനുശേഷം മോണ്ടിസോറി സിസ്റ്റം ബേസ് ചെയ്തിട്ട് നമ്മൾ പഠന രീതി മാറ്റുകയും ചെയ്തതിനു ശേഷം ഇന്ന് 5 വർഷത്തെ നമ്മുടെ യാത്രയിലാണ്. 5 വർഷം മാത്രം പ്രായമുള്ള കേവലം ഒരു LP സ്കൂളിനെ ഏകദേശം 400ഓളം കുട്ടികൾ ഇന്ന് പഠിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനം നൽകുന്നതാണ്. 400ഓളം കുട്ടികൾ പഠിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്നലെ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, യാത്രയിലാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ 3 പഴയ രക്ഷകർത്താക്കൾ വന്നു എന്ന് പറഞ്ഞു. അവരിപ്പോൾ 6ാം ക്ലാസ്സിൽ വേറൊരു സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം മുതൽ 5 തുടങ്ങുന്നത് കൊണ്ട് 6 കൂടെ തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവരൊരു 10 കുട്ടികളെ കൊണ്ടുവരാം 6ാം ക്ലാസ്സിൽ. നമുക്ക് 6ാം ക്ലാസ്സിൽ തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അവർ വീട്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ശരിക്കും നമ്മളിത് 3ാമത്തെ ആനുവൽ ഡേ ആണ്. പുതിയ സ്കൂളിൻ്റെ 3ാമത്തെ ആനുവൽ ഡേ ആണ്. 2 ആനുവൽ ഡേ നമ്മൾക്ക് കൊറോണ മൂലം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ ആദ്യത്തെ ആനുവൽ ഡേയിൽ ഞാനിങ്ങനെ ഒരു ആശയം നമ്മുടെ സ്കൂളിലുള്ളവരുമായിട്ട് പങ്കുവച്ചിരുന്നു. നമ്മൾ ആനുവൽ ഡേ നടക്കുന്ന ദിവസം നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഈ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് നമുക്ക് വരുന്നവർക്കൊക്കെ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. സത്യത്തിൽ ആദ്യത്തെ ആനുവൽ ഡേയിൽ ആരെയും പങ്കെടുപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. 2ാമത്തെ ആനുവൽ ഡേയിൽ ഞങ്ങൾ വീണ്ടും ഈ ആശയം വെച്ചു, നമുക്ക് ഈ ആനുവൽ ഡേയിൽ നിന്ന് വരുന്നവരിൽ നിന്ന് അടുത്ത വർഷം നമ്മുടെ സ്കൂളിൽ ചേർക്കാൻ കഴിയുന്ന രക്ഷകർത്താക്കളെ ഇവിടെ വിളിച്ചിട്ട് വേദിയിൽ വരുത്തി അവർക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. അങ്ങനെ 2 പേര് വന്നു. ഇന്ന് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹത്താൽ നമുക്കിവിടെ വരാൻ പോകുന്ന 20 പേരാണ് അല്ലേ? നിങ്ങൾ ഈ കൈയടിക്കാൻ എന്ത് ഇത്ര മടി? നമ്മളെ കൈയടിക്കുന്നതിന് ഇങ്ങനെ മടി കാണിക്കേണ്ട കാര്യമുണ്ടോ അല്ലേ? നിങ്ങൾ കൈയടിക്കുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ 20 പേരാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ വേദിയിലെത്തി ആപ്ലിക്കേഷൻ ഫോം മേടിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് പ്രൈവറ്റ് വിദ്യാഭ്യാസങ്ങൾ, സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലുള്ള മിക്കവാറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം പിടിച്ചു നിൽക്കാൻ വേണ്ടി പാടുപെടുന്നൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ വളർച്ച കാണിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന, കുട്ടികളുടെ മാതാപിതാക്കൾ വിശ്വസ്തയോടുകൂടി അയക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അൽഹിദായ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ അതിനെ നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്ന സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ. സത്യത്തിൽ അൽഹിദായ ഒരു പബ്ലിക് സ്ഥാപനമാണ്. അത് ഇവിടുത്തെ മഹലിൻ്റെതാണ്. ഇവിടെ സാധാരണക്കാരായി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ 1000-ഉം 2000-ഉം മുതൽ 5 ലക്ഷവും 10 ലക്ഷം രൂപ വരെ തന്നിട്ട് നമ്മൾ 2.5 കോടി രൂപ മുടക്കിയാണ് ഇതിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ഇപ്പം ഇവിടെ ഇന്നത്തെ ഈ ഉത്സവം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ആഘോഷം തന്നെ ശരിക്കും ഈ പൊന്നാടിൻ്റെ മുഴുവൻ ഒരു ഉത്സവമായി മാറി പൊന്നാട്ടുകാർ മുഴുവൻ ഇവിടെ എത്തുന്നുണ്ട് എങ്കിൽ അവർ ഈ സ്ഥാപനത്തിനെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ മക്കൾ ഇവിടെ പഠിക്കുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, പക്ഷേ അവർ അൽഹിദായെ അവരുടെ മാറോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇവിടുത്തെ അധ്യാപകർ നമ്മൾ തുടങ്ങുന്ന അന്ന് മുതലേ ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന അവരുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ ഒരു വ്യക്തമായ പോളിസി. ഇവിടെ വേറൊരു സ്കൂളിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒത്തിരി സ്കൂളുകൾ ചുറ്റുപാടുമുള്ള മണ്ണിജേരി പോലൊരു പ്രദേശത്ത് വേറൊരു സ്കൂളിന് ആവശ്യമില്ല. അൽഹിദായ തീർത്തും വേറിട്ടൊരു സ്കൂളാവണം. അങ്ങനെ വേറിട്ടൊരു സ്കൂളാകാൻ വേണ്ടിയുള്ള നമ്മുടെ യാത്രയിൽ
ആദ്യം മുതൽ തന്നെ കൂടെ കമ്മിറ്റ്മെൻറ്റോടുകൂടി നിൽക്കുന്ന അധ്യാപകരെ, അവരാണ് ഈ പറഞ്ഞ 0 നിന്നും 2ലേക്കും 2 നിന്നും 20 പേരിലേക്കും എത്തിക്കുന്ന പരിശ്രമത്തിന് പിന്നിലുള്ളത് അവരാണ്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ട്, ഈ സ്ഥാപനത്തിനിടക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ പത്രത്തിലൊരു തെറ്റിദ്ധാരണാജനകമായ വാർത്തയുണ്ടായി. ഇതിൻ്റെ ലൈസൻസിനെ കുറിച്ചിട്ടൊരു സംശയമുണ്ടായപ്പോൾ പോലും ഒരാൾ പോലും ഞങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ല ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിയിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. അവരെ അങ്ങനെ ഞങ്ങളുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഈ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഇനി നമ്മളൊരു +2 സ്കൂളൊക്കെ ആക്കി മാറ്റണമെന്ന് നിരന്തരം ഞങ്ങളോട് ആവശ്യപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ അൽ ഹിദായ സ്ഥാപനത്തിൻ്റെ ശക്തി. പ്രിയമുള്ളവരെ, അൽ ഹിദായക്ക് കൃത്യമായൊരു വിഷനുണ്ട്. നമ്മളെപ്പോലുള്ള ഈ സാധാരണ പൊന്നാടും മണ്ണഞ്ചേരിയും മുഹമ്മയൊക്കെ പോലുള്ള സാധാരണ ഗ്രാമത്തിലെ വിദ്യാഭ്യാസം, അതിൻ്റെ പിന്നിലൊരു സ്വപ്നമുണ്ട്. വിഷനും മിഷനും ഉള്ളതുപോലെ തന്നെ ഒരു സ്വപ്നമുണ്ട്. വിദ്യാഭ്യാസം ജീവിതത്തിൻ്റെ മുഴുവൻ അഴകും പടവും മാറ്റിയെങ്കിൽ അതുപോലെ മാറ്റാൻ നമ്മുടെ അടുത്ത തലമുറയിൽ വിദ്യാഭ്യാസം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണമെന്നും അത്തരം ഇറങ്ങിത്തിരിക്കുന്ന പ്രതിഭകളെ വാർത്തെടുത്ത് ഒത്തിരി പ്രതിഭകൾ ഈ നാടിൻ്റെ പേരിനെ വാനോളം ഉയർത്തണമെന്നും വിശ്വസിക്കുന്ന ഞങ്ങളുടെ സ്വപ്നം. ഇവിടെ നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ അവർ കേവലം ഒരു വിദ്യാർത്ഥി മാത്രമല്ല, അവർ നാളത്തെ തലമുറയുടെ നമ്മുടെ നാടിൻ്റെ മക്കളായി മാറേണ്ട, നമ്മുടെ നാടിൻ്റെ നാമമായി മാറേണ്ടവരാണ് എന്ന് കാണുന്ന വിശ്വാസം. കേവലം ഏതെങ്കിലും ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറേ കാര്യം ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിനോ അപ്പുറം വിദ്യാഭ്യാസത്തെ മൊത്തത്തിൽ ക്രിയാത്മകമായി കാണുകയും അവരെ ക്രിയാത്മകമായി വളർത്തിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന മോണ്ടിസേരി സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങൾ ശരിക്കും ഒരു 10-15 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് പഠിച്ചിരുന്ന കുട്ടികൾ എൻ്റെയൊക്കെ അടുത്ത തലമുറയിലുള്ള കുട്ടികൾ അവരെ ശരിക്കും പഠിച്ചിരുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ അന്ന് ഇവിടെ നമ്മൾ കാണുന്ന ലാപ്ടോപ്പില്ല, നമ്മൾ കാണുന്ന മൊബൈലില്ല, സ്ക്രീനില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന പലരും ഇന്നിവിടെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ജോലിയിലെ സാധ്യതകൾ, കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഞാനും നിങ്ങളും ഇൻ്ററാക്ട് ചെയ്യുന്ന ടെക്നോളജിയുടെ സാധ്യതകൾ മാറിയെങ്കിൽ അടുത്ത 15 വർഷം കൊണ്ട് ഇതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു ലോകത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും മക്കൾ വിരാജിക്കാൻ പോകുന്നത്, അവർ ജീവിക്കാൻ പോകുന്നത്. അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇന്ന് നമ്മൾ കഠിനാധ്വാനം എന്ന് വിചാരിക്കുന്ന ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ള പല ജോലികളും, അതുപോലെയുള്ള പല ജോലികളും നമ്മൾ കഠിനാധ്വാനം എന്ന് കാണുന്ന മുഴുവൻ ജോലികളും ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സംവിധാനവും മൂലം റീപ്ലേസ് ചെയ്യപ്പെടുകയും മനുഷ്യന് ക്രിയാത്മകത മാത്രം ഉള്ളവർക്ക് സർവേ ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും കുട്ടികൾ ഇനി ജീവിക്കാൻ പോകുന്നത്. അടുത്തൊരു 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് അവർ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുമ്പോൾ ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അന്ന് അങ്ങനെ ഒരു തലമുറയെ എങ്ങനെയാണ് ഇന്ന് കേപ്പബിൾ ആക്കാൻ കഴിയുക, കുറേ കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നതിന് പകരം അവർക്ക് ശരിക്കും പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളുകയും അവർ കാണുകയും ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്, ആ ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ കഴിവുണ്ട്, ആ കഴിവുകൾ പരിശീലിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചെറിയ ഗ്രാമത്തിൽ പൊന്നാട് പോലെ മണ്ണഞ്ചേരി പോലെ മുഹമ്മ പോലെ കലവൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ കിട്ടുന്ന എക്സ്പോഷർ, ഇൻ്റർനാഷണൽ സ്കൂളിൽ കിട്ടുന്ന പഠിത്തം, ഓരോ കുട്ടിയും ആഹ്ലാദത്തോടു കൂടി വന്നിട്ട് പഠിക്കുന്നൊരു വിദ്യാഭ്യാസ രീതി നമുക്ക് സമന്വയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ഇനിയും യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത്തവണ നമുക്ക് ഗുഡ് ന്യൂസ്, നമ്മൾ 5ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിൽ നിന്ന് ഇവിടെ നിന്ന് പോയ പേരൻസ് മുഴുവൻ അവർ ഭയങ്കര വിഷമത്തിലായിരുന്നു 5ാം ക്ലാസ് അൽ ഹിദായയിലില്ല എന്ന് പറഞ്ഞിട്ട്. അത് കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. പ്രിയമുള്ള രക്ഷകർത്താക്കളെ, നിങ്ങളിവിടെ എത്തിച്ചു കഴിയുമ്പം ഞങ്ങളുടെ സ്കൂളിലെ മാനേജ്മെൻറ്റ് ടീം, ആസിഫ് ഉൾപ്പെടെയുള്ള നമ്മുടെ ജസ്ന മാം ഉൾപ്പെടെയുള്ള മുഴുവൻ ടീച്ചേഴ്സും അടങ്ങുന്നൊരു സ്കൂൾ ടീം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ പിന്നിലുണ്ട്. പക്ഷെ അവർ വീട്ടിലെത്തുമ്പം അവർ നിങ്ങളുടെ കൈകളിലാണ്. ഈ അടുത്ത് ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു, ലോകത്ത് ആദ്യമായൊരു രാജ്യത്ത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ബാൻ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത്, ഓസ്ട്രേലിയയിൽ ലോകത്ത് ആദ്യമായി 16 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ഒരു കുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിയമപരമായി തെറ്റാണ്.
ആലോചിച്ച് നോക്കിയേ, ഓസ്ട്രേലിയ പോലെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് 16 വയസ്സിനുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ബാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ 11 വയസ്സിന് മുകളിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡിജിറ്റൽ മീഡിയാസ് അവർക്ക് സോഷ്യൽ മീഡിയ എക്സ്പോഷർ അത് ഹാംഫുൾ ആണെന്നും ഡാമേജ് ആണെന്നും UN പറയുന്നുണ്ട് എങ്കിൽ അതനുസരിച്ചുള്ള നിയമങ്ങൾ പാസ്സാക്കാനും പല രാജ്യങ്ങളും തയ്യാറാകുന്നുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കുട്ടികളുടെ കയ്യിൽ എപ്പോഴും നമ്മൾ മൊബൈൽ കൊടുക്കണമെന്ന് ആലോചിക്കണം. ഏത് വയസ്സിലാണ് നമ്മൾ കൊടുക്കണമെന്ന് ആലോചിക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഈ സാധനം സോഷ്യൽ മീഡിയ ആണെങ്കിലും മൊബൈലാണെങ്കിലും പ്രത്യേകിച്ച് ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളിലെ വളർച്ച ഉണ്ടാവുന്നത്, അവരുടെ ബ്രെയിൻ വളരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വയസ്സ് 1 വയസ്സ് വരെയാണെന്നാണ് പറയുന്നത്. ഹാർവേഡിൻ്റെ സ്റ്റഡിയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് 1 വയസ്സിലാണ്, 1 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അതിനുശേഷം 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുറച്ചുകൂടി സ്ലോ ആയിട്ട് വളരും. 7 വയസ്സിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അത് ഡിക്ലൈൻ ആവും, പുറകോട്ട് വരുമെന്നാണ് പറയുന്നത്, വളർച്ച നിൽക്കുമെന്ന്. അൽഹിദായിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ, നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ, അവരുടെ ബ്രെയിനിൻ്റെ വളർച്ച നിന്നു പോകാതിരിക്കാൻ, അവരുടെ ബ്രെയിനിൻ്റെ വളർച്ച പുറകോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആക്കും. അവരെ നമ്മൾ വായിക്കാൻ പ്രേരിപ്പിക്കും. പുസ്തകങ്ങൾ വായിക്കുക, ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകുക എന്നുള്ളതാണ് ശരിക്കും ബ്രെയിൻ നിങ്ങളുടെ കുട്ടികളിൽ വളർന്ന് തുടരണമെങ്കിലുള്ള ഒരൊറ്റ മാർഗം. നമ്മൾ ചെയ്യുന്ന നേരെ തിരിച്ചാണ്. അവർക്കൊരു ആക്ടിവിറ്റിയും ഉണ്ടാവില്ല, അവർക്ക് പുസ്തകങ്ങൾ വായിക്കാനും കഴിയില്ല. അതിനു പകരം അവർ സോഷ്യൽ മീഡിയയിലും ലാപ്ടോപ്പിലോ മൊബൈലോ ഒക്കെ മാത്രം അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിൻ്റെ വളർച്ച മുന്നോട്ട് പോകില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ടെക്നോളജി നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് നൽകുന്നതോടൊപ്പം തന്നെ നിങ്ങൾ രക്ഷകർത്താക്കൾ എന്ന നിലയിൽ ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് പിതാക്കന്മാർ കുട്ടികളെ സ്പെൻഡ് ചെയ്യുകയും, അതേപോലെ തന്നെ ഈ 11 വയസ്സിന് താഴെയുള്ള ഒരാൾക്കും നിങ്ങളിത് കൊടുക്കാതിരിക്കുക. കൊടുത്താൽ തന്നെ വളരെ ലിമിറ്റഡ് ടൈം, 15 മിനിറ്റ് 30 മിനിറ്റ് അങ്ങനെ സമയം വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുക. അവർക്ക് തോന്നണം ഈ കിട്ടുന്നത് എന്തോ ഭയങ്കര ഒരു പ്രശ്നമുള്ള അല്ലെങ്കിൽ വളരെ വാല്യുള്ള, ഞാനിങ്ങനെ വെറുതെ ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാധനമാണ് എന്ന് തോന്നണം. ആ അർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ പരിശീലിപ്പിക്കണം. നിങ്ങൾ വേറെ വലിയ പോർഷനൊന്നും പഠിപ്പിച്ചില്ലും വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ടീച്ചറോട് നോക്കിയോളൂ. ഹോംവർക്കൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഹോംവർക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ വറി ചെയ്യേണ്ട. കുട്ടികൾ ഫ്രീ ആണെങ്കിൽ അവർ വിട്ടോളും, ഒരു കുഴപ്പമില്ല, അവർ പഠിച്ചോളും. പക്ഷെ ഇത് നിങ്ങൾ വറി ചെയ്യണം. അവരുടെ മൊബൈൽ യൂസേജ്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. നമ്മുടെ കുട്ടികൾ നമ്മുടെ അഭിമാനങ്ങളായി മാറുന്ന പൊന്നാടിൻ്റെ ഇപ്പം വയലാർ ശരത് ചന്ദ്രവർമ്മ എന്ന് പറയുന്ന പോലെ പൊന്നാട്ട് ഇങ്ങനെ ഒരുപാട് പ്രതിഭകൾ ഉണ്ടാകുന്ന ദിവസം ഞങ്ങൾ സ്വപ്നം കാണുന്നു. പൊന്നാടിൻ്റെ പേരിനോട് ചേർത്ത് വെച്ചിട്ട്, മണ്ണഞ്ചേരിയുടെ പേരിനോട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലുള്ള പ്രതിഭകളുടെ പേര് പറയുന്ന സ്വപ്നം ദിവസം ഞങ്ങൾ സ്വപ്നം കാണുന്നു. അന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കൊക്കെ പറയാൻ കഴിയണം, അവൻ അൽഹിദായയുടെ വിദ്യാർത്ഥിയാണ്. അവൻ്റെ ബാലപാഠങ്ങളെ പഠിച്ചത് ഞാൻ മണ്ണഞ്ചേരി സ്കൂളിനെ കുറിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും ഞാൻ ചേർത്ത് പറയുന്നത് പോലെ പറയുന്ന മക്കൾ നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള വയലാർ ശരത് ചന്ദ്രവർമ്മയ്ക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നാടിൻ്റെ മുഴുവൻ നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം.